നമുക്കൊപ്പമുണ്ട് സാനിയോ മനോമി. പൊതുദർശനം വേണ്ടെന്ന് MT നിഷ്കർഷിച്ചിരുന്നെങ്കിലും സിതാരയിലേക്ക് എത്തിയ മനുഷ്യരെ അദ്ദേഹത്തെ ഒന്ന് കാണാതെ മടക്കിവിടാൻ കഴിയില്ലല്ലോ. അത് ആ വീട് ഒരു പൊതുദർശന വേദിയായി മാറുകയായിരുന്നില്ലേ? ജനസാഗരം ഇന്നലെ രാത്രി 10:30 മുതൽ അവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നില്ലേ? അതെ സുജയ, ഇന്നലെ രാത്രി 10:30 അദ്ദേഹത്തിന്റെ സിതാര എന്ന വീട്ടിലേക്ക് എത്തിച്ചത്. ആ സമയം മുതൽ അവിടേക്ക് ആളുകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. അത് പുലർകാലങ്ങളിലൊക്കെയും തുടർന്നുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരനെ കാണാൻ എല്ലാ മനുഷ്യരും വന്നുകൊണ്ടേയിരിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിസാധാരണക്കാരായ മനുഷ്യരായിരുന്നു എല്ലാവരും വന്നുകൊണ്ടിരുന്നതെന്നാണ്. എഴുത്തിലും അല്ലെങ്കിൽ പ്രതിഭയിലും സാധാരണക്കാരനല്ലാത്ത ഒരു മനുഷ്യൻ മറഞ്ഞു പോകാൻ ആഗ്രഹിച്ചത് ഒരു സാധാരണക്കാരനായി തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ആഗ്രഹങ്ങളിൽ നിന്നൊക്കെയും വ്യക്തമാകുന്നത്. അദ്ദേഹം കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നത് വലിയ പൊതുദർശന ചടങ്ങുകളോ അല്ലെങ്കിൽ ഔദ്യോഗിക ബഹുമതികളോ ഒന്നും ഉണ്ടാവരുത്, മരിച്ച ഇത്ര സമയത്തിനുള്ളിൽ അടക്കം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഏതായാലും അദ്ദേഹത്തെ കാണാൻ വന്ന ആളുകളുടെ ഒരു ബാഹുല്യം കാരണം നേരത്തെ നിശ്ചയിച്ചതിലും അരമണിക്കൂർ വൈകിയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത് എന്നുള്ളതാണ്. അതായത് കൊട്ടാരം റോഡിലെ സിതാര എന്ന വീട്ടിലേക്ക് ആയിരങ്ങൾ സാധാരണക്കാർക്കൊപ്പം തന്നെ സിനിമാ രംഗത്തും സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ പ്രമുഖരായ ആളുകൾ വന്നു. അതിനുശേഷം 4 മണിയോടെ മൃതശരീരം അവിടെ നിന്ന് കൊണ്ടുവന്ന് സ്മൃതി പഥത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു മാവൂർ റോഡിലെ. ശേഷം ഇവിടെ ഔദ്യോഗിക ബഹുമതികളോടെ 3 റൗണ്ട് വെടിവെച്ചു ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇവിടെ സ്വീകരിച്ചത്. ആ സമയത്ത് അദ്ദേഹത്തിന് ഔദ്യോഗിക ബഹുമതികൾക്ക് താല്പര്യമില്ലാതിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് കുടുംബം പിന്നീട് ഔദ്യോഗിക ബഹുമതികളാകാം എന്നുള്ള കാര്യം പറഞ്ഞത്. അതിനുശേഷം 5 മണിയോടെയാണ് ഈ സ്മൃതി പഥത്തിനുള്ളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോയത്. ശേഷം കർമ്മങ്ങളിലൊക്കെയും മകളും അതുപോലെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകനും ചേർന്ന് അടുത്ത ബന്ധുക്കളും ചേർന്ന് കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. ആ സമയത്ത് പോലും നിരവധിയായ ആളുകൾ കാണാൻ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ശേഷം ഗ്യാസ് ശ്മശാനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എടുക്കുകയും അത് അവസാനമായി അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ഈ ശ്മശാനത്തിൽ ഇപ്പോൾ ആരുമില്ല. കുറച്ചാളുകളൊക്കെയും അവിടെ അനുശോചന സമ്മേളനം നടക്കുന്ന പ്രദേശത്തേക്ക് മാറിയിട്ടുണ്ട്. ഏതായാലും ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി ഇവിടുത്തെ ഉദ്ഘാടകനായി MT വീണ്ടും എത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MT ഇപ്പോൾ ശാന്തനായി ഉറങ്ങുകയായിരിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ശരി, സാനിയോ മനോമിയും അൽ അമീനുമാണ് നമുക്കൊപ്പം ചേർന്നത്. മലയാളത്തിൻ്റെ മഹാസാഹിത്യകാരന് അക്ഷര ലോകം വിട നൽകുകയാണ്.